ഹായ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. മുടി കറുപ്പിക്കാനായി പലതും ചെയ്തിട്ടും ഫലം കാണാത്തവരാണോ? എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. ഈ ഒരൊറ്റ ഐറ്റം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു മാസം വരെ പിന്നെ ഡൈ ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരില്ല. 100% ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ താരൻ, മുടി കൊഴിച്ചിൽ, തലയുമായി അല്ലെങ്കിൽ മുടിയുമായിട്ട് ബന്ധമുള്ള ഏതുമായിക്കൊള്ളട്ടെ, അതിനെല്ലാം ഈ ഒരൊറ്റ ഒരു ഔഷധക്കൂട്ട് മാത്രം മതി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കാം. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഇതിനുള്ള ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഇതിലേക്ക് നമ്മൾ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഹെന്നയോ നീലയാമ്പരിപ്പൊടിയോ നെല്ലിക്കാപ്പൊടിയോ ഇങ്ങനെയുള്ള പൊടികൾ യാതൊന്നും ഇതിൽ ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള 3-4 സാധനങ്ങൾ മാത്രമേ ഈ കൂട്ടിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് ഇഫക്റ്റ് ഒന്നും ഇതിന് ഉണ്ടാവുകയില്ല. ഇത് ഞാൻ കുരുമുളകിൻ്റെ ഇലയാണ് 3 എടുത്തിട്ടുള്ളത്. ഇത് 3-4 മുറിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണം. പൊടിയോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളമോ ഒന്നും ഒഴിച്ച് കൊടുക്കരുത്. ഉപ്പ് കല്ലാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂടെ 1/2 സ്പൂണോ അല്ലെങ്കിൽ വെള്ളത്തിനനുസരിച്ച് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് 1 സ്പൂണോ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇല്ല എങ്കിൽ പച്ചമഞ്ഞൾ കിട്ടുമെങ്കിൽ അതൊന്ന് ചതച്ചതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇത് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതാ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പോലെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മെയിൻ കൂട്ടെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ കുരുമുളകിൻ്റെ ഇലയാണ്. ഏകദേശം 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാക്കി നമ്മൾ വറ്റിച്ചെടുത്തു. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പം ഞാൻ 2 ടിപ്സാണ് ഞാൻ കാണിക്കുന്നത്. അതിലൊരു ടിപ്സാണിത്. 2 ടിപ്സും നമുക്ക് ഒരുപാട് ഗുണവും റിസൾട്ടും കിട്ടുന്നതാണ്. 100% ഗ്യാരണ്ടിയാണതിന്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ കുരുമുളക് ഇട്ട് തിളപ്പിച്ച വെള്ളം തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അതും ചെറു ചൂടോടെ വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട്. ഇത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും യാതൊരു കുഴപ്പവും വരില്ല. ഇനിയിപ്പോൾ നിങ്ങൾ തല കഴുകിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ജലദോഷമോ അങ്ങനെയുള്ളതൊന്നും വരത്തില്ല. ഞാൻ ഗ്യാരണ്ടിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ തലേദിവസം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇലയുടെ വെള്ളമാണ്. അപ്പോൾ ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തലേദിവസം തന്നെ തിളപ്പിച്ച് പിറ്റേ ദിവസം തേക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് തേച്ചാലും മുടി നല്ല കട്ട കറുപ്പായിട്ട് കിട്ടും. മുടി വളരും. നല്ല തിക്കായിട്ട് മുടി വളരാൻ വളരെയേറെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ തേച്ച് കൊടുക്കാം. തലേദിവസം നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ മുടി നരച്ച മുടിയൊക്കെ നല്ല കട്ട കറുപ്പാവും. പിന്നെ തേക്കുമ്പോൾ ഇത് ഉടനെ ഒന്നും കഴുകിക്കളയേണ്ട ആവശ്യമില്ല. കഴുകിക്കളയണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകിക്കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തലേദിവസമോ അത് അന്നുണ്ടാക്കിയത് അന്നാണെങ്കിലും നിങ്ങൾക്ക് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങളും ഗുണങ്ങളും. അതായത് നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം നല്ല ചൂടോട് കൂടി തന്നെ നമ്മുടെ കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, അതുപോലുള്ള സ്കിൻ പ്രോബ്ലംസിന് എല്ലാത്തിനും ഇതുപോലെ ചൂട് പിടിച്ചാൽ ഒരു 10 മിനിറ്റ് മതി കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ വേദന മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതെല്ലാം ട്രൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാനിത് ഇട്ട് തരുന്നത്. ഇത് ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നൊരു കാര്യമാണ്. ഇതുപോലുള്ള നമുക്ക് കാലുവേദന അല്ലെങ്കിൽ നീർക്കെട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കുരുമുളകിൻ്റെ ഇലയും മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ ചൂട് പിടിച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ, ഇത് കുറേ നേരം നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വേദനകളും ഒരുമാതിരിപ്പെട്ട സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറിക്കിട്ടുന്നതാണ്. ഇനി ഞാൻ അടുത്തത് ചെയ്യുന്നത്, മുട്ടത്തോട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ? പക്ഷെ നമ്മളതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം കളയാറാണ് പതിവെന്നാൽ ഇനി ആരും കളയണ്ട കേട്ടോ. ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മുടിയൊക്കെ പെട്ടെന്നൊക്കെ നരയ്ക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് പോലും മുടിയൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ നരയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതും താരൻ, മുടി കൊഴിച്ചിൽ, അതുപോലുള്ള മുടി പൊട്ടൽ, മുടിയില്ലായ്മ,
മുടി കൊഴിയുന്ന ഭയങ്കരമായിട്ടും കൊഴിച്ചിൽ ഇവയ്ക്കെല്ലാം ഉള്ളൊരു പരിഹാരമാണ് ഈ മുട്ടത്തോട് കൊണ്ടുള്ള ഈ ടിപ്സും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഇത് രണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ മുട്ടത്തോടെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ മുട്ടത്തോടെല്ലാം നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്തതിൻ്റെ ആ ഒരു പുകയാണ് കേട്ടോ ഈ വരുന്നത്. രണ്ടാരും പേടിക്കൊന്നും വേണ്ട. ഇനി ഇത് നമുക്കൊരു അരിപ്പയിൽ, നമ്മുടെ അരിപ്പൊടിയൊക്കെ തരിക്കുന്ന അരിപ്പയില്ലേ, ആ അരിപ്പയിൽ നന്നായിട്ട് തന്നെ ഇത് അരിച്ചെടുക്കണം. ഒരു തരി പോലും തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അത്രയ്ക്ക് നന്നായിട്ട് നമ്മളിത് അരിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചാൽ ഇത് നന്നായിട്ട് തന്നെ നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ ഈ മുട്ടത്തോട് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം അതിൽ തരിതരിപ്പുണ്ടാകും. ആ തരിതരിപ്പ് മാറി കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അരിപ്പയിൽ അരിച്ചെടുക്കുന്നത്. അപ്പം നല്ല പൊടിയായിരിക്കും കിട്ടുക, തരിതരിയൊന്നും ഉണ്ടാവില്ല. ഒരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ സ്പ്രെഡാവും, ഇതിൻ്റെ പൊടിയെല്ലാം കൂടെ സ്പ്രെഡാവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു പേപ്പർ ഇട്ടിട്ട് പേപ്പറിൻ്റെ മുകളിൽ ഇതുപോലെ അരിച്ചെടുത്താൽ മതി. അപ്പോൾ അരിച്ചെടുത്തപ്പോൾ കുറച്ച് തരിതരിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു ചെടിയുടെ ചുവട്ടിലൊക്കെ പച്ചക്കറി അല്ലെങ്കിൽ ചെടികളുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നല്ല നെയ്സ് പോലത്തെ നല്ല പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറേ അധികം മുട്ടത്തോട് പൊടിച്ച് നമുക്കൊരു ബോട്ടിലിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാനിതുപോലെ ഒരു ഉണങ്ങിയ ബോട്ടിൽ, വെയിലത്ത് വെച്ച് ഉണങ്ങിയ ഒരു ബോട്ടിലായിരിക്കണം. ആ ബോട്ടിലിൽ ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിതുപോലെ വേണ്ട സമയത്തൊക്കെ ഉപയോഗിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിത് പകുതി എടുത്ത് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല കേട്ടോ, കാരണം ആർക്കും സമയമില്ലല്ലോ. അപ്പം ഇത് പൂർണ്ണമായിട്ട് മാറുന്ന ഒന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നതിനാണ് കൂടുതൽ ഫലം കിട്ടുക. കാരണം അത്രയ്ക്ക് ഫലം 100% ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇത് നേരത്തെ ഉണക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവാണ്. ഇത് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/2 ഗ്ലാസ് വെള്ളമാകുന്നത് വരെ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതുപോലെയൊക്കെ സമയമെടുത്ത് ചെയ്യുന്നതിനാണ് കൂടുതൽ ഫലം കിട്ടുക. കാരണം നമ്മൾ എപ്പോഴും ചെയ്യുന്നില്ല, മാസത്തിലൊരിക്കലാണ് നമ്മളിതുപോലെ ഡൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സമയമെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവെല്ലാം തിളപ്പിച്ച് 1/2 ഗ്ലാസ്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം. നേരത്തെ പൊടിച്ച് വെച്ച മുട്ടത്തോട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇരുമ്പ് പാത്രം വേണം അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. അലുമിനിയം പാത്രത്തിൽ എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് വേണ്ടത്ര നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മുട്ടത്തോട് പൊടിച്ചത് നന്നായിട്ട് തന്നെ നമ്മൾ കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു 3/4 ഭാഗവും മുട്ടത്തോട് കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല മഞ്ഞളാണ്, മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് കരിച്ചെടുക്കണം. മഞ്ഞളൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ മുടിക്ക്. അത് മുട്ടത്തോടും അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ടും കൂടെ നല്ല പോലെ നമ്മൾ കരിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇത് കരിച്ചെടുക്കാനായിട്ട്. മുട്ടത്തോടും മഞ്ഞളും നല്ലപോലെ തന്നെ കരിച്ചെടുത്തു. ഇനി ഇതും ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ തണുപ്പിച്ച് വറ്റിച്ചെടുത്ത ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളമാണ്. അത് നല്ല കുഴമ്പ് രൂപത്തിലാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അരിച്ചെടുത്തതിൻ്റെ ബാക്കിയുള്ള ആ ഒരു ഇതില്ലേ വേസ്റ്റ്, ആ വേസ്റ്റ് നിങ്ങൾ കളയരുത്. ഈ വേസ്റ്റ് കൊണ്ട് നമുക്ക് വേറൊരു പണിയുണ്ട്. നമ്മുടെ ശരീരത്തിൽ കയ്യിലും കാലിലും ഒക്കെയുള്ള മൊരിച്ചിലൊക്കെ ഒന്ന് മാറാനായിട്ട് ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മുഖത്തൊക്കെ നല്ല വലിച്ചിൽ, ഇപ്പോൾ ഈ ചൂട് സമയമല്ലേ, ഈ സമയത്തൊക്കെ നല്ല മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നത്, ശരീരത്തിലൊക്കെ തേച്ച് കൊടുക്കുന്നതൊക്കെ വളരെയേറെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് കളയാതെ നിങ്ങൾ ഇതുപോലെയും കൂടി ഒന്ന് ചെയ്യുക. അപ്പം നമ്മുടെ മഞ്ഞളും മുട്ടത്തോടും കൂടെ ഉള്ള കരിച്ചതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. കരിച്ചെടുത്ത മുട്ടത്തോടും മഞ്ഞളും കൂടി ഉള്ളത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉലുവ വെള്ളം കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ജ്യൂസും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം നമ്മൾ എടുത്താൽ മതി. നമ്മൾ കുഴമ്പ് രൂപത്തിൽ നമ്മൾ തലയിൽ തേക്കാവുന്ന രൂപത്തിൽ വേണം നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ എടുത്തത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ മോൻ്റെ തലയിലാണ് തേച്ച് കൊടുക്കുന്നത്. അവൻ്റെ തലയിൽ ഇതാ കണ്ടോ താരനൊക്കെ വന്ന്, ഇത് ഞാൻ തേക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അവൻ്റെ തലയിൽ ഒരു താരൻ പോലും ഇല്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മുടി നരച്ചതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മൊത്തമായിട്ട് മാറി. അവൻ്റെ തലയിൽ മുടിയിൽ നന്നായിട്ട് മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതാ കണ്ടോ, നേരത്തെയൊക്കെ നല്ല ഒരുപാട് താരനുണ്ടായിരുന്നതാണ്. അവന് 21 വയസ്സേ ഉള്ളൂ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. എന്നിട്ട് പോലും അവൻ്റെ തലയിൽ ഇടയ്ക്കിടയ്ക്ക് നര ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ താരനും കാരണം മുടി നന്നായിട്ട് തല ഭയങ്കര ചൊറിച്ചിലും ഉണ്ടാവാറുണ്ടായിരുന്നു. ഞാനിത് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇപ്പം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മാസത്തിലൊരിക്കലാണെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. തലയൊക്കെ നല്ല കൂളായിട്ടിരിക്കും. ഒരു ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഭയങ്കര കൂളായിരിക്കും നമ്മളെപ്പോഴും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും സക്സസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻ്റ് അയച്ചാൽ മതി. നിങ്ങൾ എന്നെ വിവരം അറിയിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.